Curvature of the curve is the rate at which t turns per unit length. The rate at which t turns per unit length. അതായത് ടാൻജൻറ്റ് വെക്ടർ ടേൺ ചെയ്യുന്നതിൻ്റെ റേറ്റ് എത്ര ഫാസ്റ്റിലാണ് ആ ടാൻജൻറ്റ് വെക്ടർ ടേൺ ചെയ്യുന്നത്. നല്ല ഈ കർവേച്ചർ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് ടാൻജൻറ്റ് വെക്ടർ ടേൺ ചെയ്യുന്നത്, കേവ് ഭയങ്കര പെട്ടെന്ന് വളയുന്നു എന്നുള്ള മീനിങ് വരും. അതേസമയം കർവേച്ചർ സീറോൻ്റെ വളരെ അടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേവ് കാര്യമായിട്ടില്ല എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളൊരു റോഡിലൂടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ചെറിയ കേവ് ആണെങ്കിൽ അതിൻ്റെ കർവേച്ചർ വളരെ കുറവാണെന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഹെയർ പിൻ വളവൊക്കെ ആണെങ്കിൽ കർവേച്ചർ വളരെ കൂടുതലാണെന്ന് പറയും. ശരി, പക്ഷേ അതിൻ്റെ കാര്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് ഈ കേവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നേ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. അപ്പോൾ കേവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതും: ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. അതിൽ എക്സ് ടിയുടെ ഫംഗ്ഷൻ ആവാം, വൈ ടിയുടെ ഫംഗ്ഷൻ ആവാം, സെഡ് ടിയുടെ ഫംഗ്ഷൻ ആവാം. ഈ ടി എന്ന് പറയുന്നത് റിയൽ ആക്സിസിലെ ഒരു ഇൻ്റർവെല്ലാണ്, ഇൻ്റർവെല്ലിലെ പോയിൻറ്റ്സ് ആണ്, എ ടു ബി എന്നൊക്കെ പറയാം. എക്ക് കറസ്പോണ്ടിങ് ആയിരിക്കാം. ടി ഈക്വൽ ടു എ ആകുമ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, ടി ഈക്വൽ ടു ബി ആകുമ്പോൾ ലാസ്റ്റ് പോയിൻറ്റ്. ഇങ്ങനെയാണ് ഈ കേവ് ഡിഫൈൻ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഡി ആർ ബൈ ഡി ടി കണ്ടിരുന്നു. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയാം. ഡി ആർ ബൈ ഡി ടിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയാം. യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ടി വെച്ച് ഡിനോട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് എസ് ഓഫ് ടി ആർക്ക് ലെങ്ത്ത് പാരാമീറ്റർ കണ്ടു. ആർക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി, ഫസ്റ്റ് പോയിൻ്റ് മുതൽ ലാസ്റ്റ് പോയിൻ്റ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ആർക്ക് ലെങ്ത്ത് വരെ. ഇവിടെ ഒരു പകുതിയോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ടു ടി, ഏത് പോയിൻ്റ് വരെയും എന്നുള്ള രീതിയിൽ, അതായത് ആർബിട്രറി ടി പോയിൻ്റ് വരെ ഉള്ള ലെങ്ത്താണ്, ലെങ്ത് ഓഫ് ദ കേവ് ആണ് എസ് ഓഫ് ടി എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഡി എസ് ബൈ ഡി ടി ശ്രദ്ധിക്കണം. ഡി എസ് ബൈ ഡി ടി, എസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കേവ് അല്ലേ. നമ്മളിപ്പോൾ ആ കേവിലൂടെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ശരിക്ക് നമ്മൾ ആ മോഷൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആയിരിക്കും ഏത് എസ് വരെ. അപ്പോൾ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ വിയുടെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, ആ രീതിയിലും കൂടെ ഇതിനെ കൊണ്ടുവരാം. ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി എസ്, ഡി ആർ ബൈ ഡി എസ് എന്നുള്ളതിനെ നമുക്ക് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ് എന്ന് എഴുതാം. ഈ ഡി ടി ബൈ ഡി എസ് എന്ന് പറഞ്ഞത് ഇവിടെ തൊട്ട് മുകളിൽ പറഞ്ഞ ഡി എസ് ബൈ ഡി ടിയുടെ റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ 1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി വന്നു. ഡി ആർ ബൈ ഡി ടി വി ആണ്. സോ വി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി, വി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടി. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പോയിൻ്റ് ഇതാണ്: ഡി ആർ ബൈ ഡി ടി ഇത് ഈസ് ടി ഇറ്റ് സെൽഫ്. ഡി എസ് ബൈ ഡി ടി ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി. ds by dt is magnitude of v and dr by ds is t itself. ഇനി വീണ്ടും കർവേച്ചറിൻ്റെ ഡെഫിനിഷനിലോട്ട് പോവാം. കർവേച്ചർ ഈസ് the rate at which t is changing with respect to length. അപ്പോൾ ഡി ടി ബൈ ഡി എസ് ആണ്. ടി ഈസ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ, ടി കാപ്പ ആണ് നൊട്ടേഷൻ. സോ കർവേച്ചർ ഈസ്
dt by t, the rate at which t is changing with respect to length ആണ്. The rate at which t turns per unit length. അപ്പോൾ dt by ds വരും. dt by dsൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അതിനെ ഇങ്ങനെയും വേണേൽ മാറ്റി എഴുതാം, dt by dt ഇൻറ്റു dt by ds. dt by ds എന്ന് പറഞ്ഞാൽ 1 by magnitude of v ആണ്. സോ ഇപ്പോൾ കർവേച്ചർ കാണണമെങ്കിൽ നമ്മൾ കാണേണ്ടി വരിക, ആദ്യം ടി കാണേണ്ടി വരും. ടി കാണാൻ തന്നിരിക്കുന്ന കർവിൻ്റെ ഇക്വേഷന് ഡി ആർ ബൈ ഡി ടി കാണാം. അതിനെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ആയി. പക്ഷേ പ്രശ്നം ഈ ടീൻ്റെ അകത്ത് ഉണ്ടാകുന്ന വേരിയബിൾ സ്മോൾ ടി ആവാം. അപ്പോൾ ടിയുടെ അകത്തുള്ള വേരിയബിൾ സ്മോൾ ടീനെ എസ്സിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഡി ടി ബൈ ഡി എസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതിനാണ് ഈ രണ്ടാമത്തെ ഈ ഫോർമുല എടുക്കുന്നത്. നമുക്ക് ക്യാപിറ്റൽ ടി കാണാം. ആ ക്യാപിറ്റൽ ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉള്ള വേരിയബിൾ സ്മോൾ ടി ആണെങ്കിൽ അതിന് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് എളുപ്പം. അല്ലെങ്കിൽ അടുത്ത 2 പോയിൻറ്റ്സ്, ഒന്ന് കർവേച്ചർ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് 0. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കേർവ് ഇല്ലെങ്കിൽ, ഇത് നമ്മൾ വളവ് കുറവാണെങ്കിൽ കർവേച്ചർ ഇസ് നിയർലി 0 ആയിരിക്കും. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ കർവേച്ചർ ഇസ് 0 ഇറ്റ്സ്. കർവേച്ചർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ ഇസ് 1 by a. അപ്പോൾ അതെങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സർക്കിളിൻ്റെ കർവേച്ചർ ഇസ് 1 by a. 3 ഡയമെൻഷനിലോ 2 ഡയമെൻഷനിലോ എടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ അതിനെ പാരാമെട്രിക് ഫോമിൽ എഴുതുകയാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ പാരാമെട്രിക് ഫോമിൽ എഴുതുമ്പോൾ r is equal to radius a അല്ലേ. സോ a cos t into I plus a sin t into j. അതിൽ ഈ ടിയുടെ വേരിയേഷൻ ഇസ് ഫ്രം 0 to 2 pi. ശരി, നമുക്ക് ഫോർമുല പ്രകാരം കർവേച്ചർ കാപ്പ ഇസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡ് 1 by magnitude of v ഇൻറ്റു ഡി ടി ബൈ ഡി ടിയുടെ ഇതാണ് വേണ്ടത്. ഇതാണ് കുറച്ചുകൂടി എളുപ്പം. 2 രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. ടെക്സ്റ്റിൽ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോൾ അതിന് ടി വേണം. എന്തായാലും ഡി ആർ ബൈ ഡി ടി വേണമല്ലോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. മൈനസ് എ സൈൻ ടി ഇൻറ്റു വൈ പ്ലസ് എ കോസ് ടി ഇൻറ്റു ജെ. ഇതാണ് ഡി ആർ ബൈ ഡി ടി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടി ആയി. ഓക്കെ, അപ്പോൾ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ആർ ബൈ ഡി ടി? ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി വരും. സോ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഈക്വൽ ടു എ എന്ന് വരും. സോ എ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ആർ ബൈ ഡി ടി. അപ്പോൾ എന്താ ക്യാപിറ്റൽ ടി? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു. ഡി ആർ ബൈ ഡി ടി
divided by magnitude of dr by dt equal to a വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ ടി ഇൻറ്റു ഐ പ്ലസ് കോസ് ടി ഇൻറ്റു ജെ. ഇതാണ് ക്യാപിറ്റൽ ടി. ഇതിലെവിടെയോ ഡി ആർ ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡ് വന്നു, അതാണ് വെലോസിറ്റി വരിക. വെലോസിറ്റി ഇവിടെ ഏതാ വരുന്നത്? എ ആണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റി ഡി ആർ ബൈ ഡി ടി, ഡി ആർ ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്കിവിടെ വേണ്ടത്. എന്തായാലും ആ ഫോമുലയിലേക്ക് പോയാൽ കാര്യം മനസ്സിലാവും. ശരി, ഇനി വേണ്ടത് ഡി ടി ബൈ ഡി ടി ആണ്. ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ടി ഇൻറ്റു ഐ മൈനസ് സൈൻ ടി ഇൻറ്റു ജി. ശരി, ഇപ്പം എന്താ ഫോമുല? curvature is equal to 1 by magnitude of v into magnitude of dt by dt. That equals, in the magnitude of v, magnitude of v is dr by dt, magnitude of dr by dt എന്ന് പറഞ്ഞാൽ a ആണ്. This is magnitude of v. എളുപ്പം കഴിഞ്ഞു. 1 by a ഇൻറ്റു ഡി ടി ബൈ ഡി ടി ആണ് തൊട്ട് മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഡി ടി ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി, അത് 1 ആണ്. സോ ആൻസർ ഇസ് 1 by a. ഇങ്ങനെ ചെയ്യായിരിക്കും എളുപ്പം. Next is circle of curvature. A circle of curvature at a point P on a curve. അങ്ങനെയൊന്നും പറഞ്ഞു പോകണ്ട. സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കേവ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് പി എടുത്തു കഴിഞ്ഞാൽ സർക്കിൾ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ വരയ്ക്കുന്ന ആ കേവിലൂടെ വരയ്ക്കുന്ന കേവിൻ്റെ ഉൾഭാഗത്തായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കോൺകേവ് സൈഡിലായിരിക്കണം. പിന്നെ കേവിനും സർക്കിളിനും ഒരേ ടാൻജൻറ്റ് വരണം. ആ പോയിന്റിൽ കേവിനും സർക്കിളിനും ഒരേ ടാൻജൻറ്റ് വരണം. പിന്നെ കേവിൻ്റെ കർവേച്ചറും സർക്കിളിൻ്റെ കർവേച്ചറും ആ പോയിന്റിൽ സെയിം ആയിരിക്കണം. കർവേച്ചർ എന്ന് പറഞ്ഞാൽ ദ ടാൻജൻറ്റ് ടേൺ ചെയ്യുന്നതിൻ്റെ റേറ്റാണ് ഡി ടി ബൈ ഡി എസ്, അത് സെയിം ആയിരിക്കണം. ഇപ്പോൾ ഡെഫിനിഷൻ നോക്കിയാൽ ഇങ്ങനെ വരും. കർവേച്ചർ, ദ സർക്കിൾ ഓഫ് കർവേച്ചർ അറ്റ് പോയിന്റ് പി ഓൺ കർവ് വിത്ത് ദ സർക്കിൾ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കർവ്. അതായത് രണ്ടിൻ്റെയും കർവിൻ്റെ അതേ പ്ലെയിനിലുള്ള ഒരു സർക്കിളാണ്. 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ലൈസ് ടുവാർഡ് ദ കോൺവേർഡ് സൈഡ് ഓഫ് ദ കർവ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം ഓക്കെയാണ്. ഹാസ് ദ സെയിം ടാൻജൻറ്റ് ദാറ്റ് ഓഫ് ദ കർവ് പി അറ്റ് പി. പിയിൽ രണ്ടിനും സെയിം ടാൻജൻറ്റ് വരണം. ഹാസ് ദ സെയിം കർവേച്ചർ ദാറ്റ് ഓഫ് കർവ് അറ്റ് പി. രണ്ടിനും സെയിം കർവേച്ചർ വരണം അറ്റ് ദ പോയിന്റ് പി. ശരി, അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ, ഇപ്പോൾ സർക്കിൾ ഓഫ് കർവേച്ചറിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. സർക്കിൾ ഓഫ് കർവേച്ചറിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. റേഡിയസ് ഓഫ് കർവേച്ചർ റോ എന്നാണ് നൊട്ടേഷൻ ഉപയോഗിക്കാറ്. റോ ഇസ് ഈക്വൽ ടു 1/κ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സർക്കിളിന്, അതായത് കേവ് തന്നെ സർക്കിളാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചു, അവിടെ കപ്പ ഇസ് ഈക്വൽ ടു കർവേച്ചർ ഇസ് ഈക്വൽ ടു 1/a ആയിരുന്നു. സോ റോ ഇസ് ഈക്വൽ ടു 1/1/a ഈക്വൽ ടു a എന്ന് വരും. അതായത് ഇപ്പോൾ അതിൻ്റെ കൂടെ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമലും കൂടെ ആഡ് ചെയ്യണം. പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കേവിൽ ടി എന്ന് പറയുന്നത്
ആ കേവിലെ ടാൻജൻറ്റ് ഡയറക്ഷനിൽ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ നോർമൽ ഡയറക്ഷനാണ്. അതിൻ്റെ നോർമൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ടി ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ഡി ടി ബൈ ഡി എസിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ നോർമൽ ടു ടി ആണ് വരുന്നത്. അപ്പോൾ ഡി ടി ബൈ ഡി എസിൻ്റെ ഡയറക്ഷൻ ഈ നോർമൽ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഡി ടി ബൈ ഡി എസിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഡി ടി ബൈ ഡി എസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ ശരിക്കും ഏതെന്ന് വിളിച്ചത്, കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1/k ഇൻറ്റു ഡി ടി ബൈ ഡി എസ് എന്ന് വരും. വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/k എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് സ്മോൾ ടി റെപ്രസെൻറ്റ് ചെയ്തിരുന്നല്ലോ. ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ 1/മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എന്ന് എഴുതിയിരുന്നു. ഈ ഡി ടി ബൈ ഡി എസിന് വീണ്ടും നമുക്ക് ഡി ടി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ് എന്ന് എഴുതാം. അതിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് പോവും, ഇതും കട്ട് ചെയ്ത് പോവും. ബാക്കിയുള്ളത് ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ടി ബൈ ഡി ടി. ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നതിൽ രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന് കർവേച്ചർ കാണുന്ന സമയത്ത് പല ഫോർമുലാസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിച്ചത് ഇതാണ്. കർവേച്ചർ ഇസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി. ഇനി യൂണിറ്റ് നോർമൽ വെക്ടർ n കാണുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ടി ബൈ ഡി ടി. അപ്പോൾ നോക്കുമ്പോൾ ശരി, കർവേച്ചർ കാണാനായാലും ഇത് കാണാനായാലും നമ്മളെന്ത് ചെയ്യേണ്ടി വരിക, ആദ്യം r തന്നിട്ടുണ്ടാവും, അത് ഇൻ ടേംസ് ഓഫ് ടി ആയിരിക്കും. ഡി ആർ ബൈ ഡി ടി കാണാം, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഡി ആർ ബൈ ഡി ടീനെ ഡി ആർ ബൈ ഡി ടി തന്നെ ടാൻജൻറ്റ് ഡയറക്ഷനാണ്. അതിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ആയി. ക്യാപിറ്റൽ ടി കിട്ടി. ക്യാപിറ്റൽ ടി കിട്ടിയിട്ട് അത് ടീൻ്റെ ടേംസിലായിരിക്കും. വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡി ടി ബൈ ഡി ടി ആയി. ഡി ടി ബൈ ഡി ടീനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്താൽ n കിട്ടി. ഡി ടി ബൈ ഡി ടീനെ ഡി ടി ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡിനെ വിയുടെ മാഗ്നിറ്റ്യൂഡ് വെച്ച്, വി എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി, ഡി ആർ ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കർവേച്ചർ കിട്ടി. അപ്പോൾ ഇതിലെവിടെയും തന്നെ നമ്മൾ ഏതിലേക്ക് പോകുന്നില്ല, എസ്സിലേക്ക് പോകുന്നില്ല. എല്ലാം ഏതിനെ വെച്ച് ചെയ്യുന്നുള്ളൂ, പ്രോബ്ലംസ് ടീനെ വെച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കർവേച്ചർ, സർക്കിൾ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് 1/kappa ആൻഡ് യൂണിറ്റ് നോർമൽ വെക്ടർ. ഇത്രയും പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ല, എല്ലാം എളുപ്പമാണ്. ആകെ റിലേഷൻസ് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറേ റിലേഷൻസ് പറഞ്ഞു, കർവേച്ചർ തന്നെ പറയുന്നതിന് മുമ്പ് കുറേ റിലേഷൻസ് പറഞ്ഞു. ഇത് ഇത്രയും പോർഷൻ അത് നോക്കുക. കെയുടെ റിലേഷൻ, പിന്നെ ഇത് ഇപ്പോൾ യൂണിറ്റ് നോർമൽ.